ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് 24 hours അൺഹെൽത്തി ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. എന്നെ വീട്ടിൽ ഇരുന്ന് എന്നെ കാറി കയറ്റിക്കൊണ്ട് വന്ന്. അപ്പോൾ ഗൈസ്, ഇന്ന് 24 മണിക്കൂർ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഫുഡ് എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്ന ഫുഡ് ഏതാണോ അത് ഞാൻ കഴിക്കും, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ കഴിക്കുന്നതാ? അമ്മ കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കാം. അമ്മ കഴിക്കാം. ഓ, ഞാൻ കഴിക്കുന്ന എല്ലാം അമ്മ കഴിക്കാം. നമുക്ക് രണ്ടുപേർക്കും ഒരെണ്ണം കഴിക്കാം. ഇത് ഒട്ടും ഹെൽത്തി അല്ല. ഞാനാണെങ്കിൽ യങ്ങാണ്, അമ്മ ഇപ്പൊ ഏജ് ആയിട്ടുണ്ട്. എനിക്ക് വയറ്റിന് നല്ല സ്ട്രോങ്ങാ വയറ്. അപ്പൊ ഗൈസ്, അമ്മയെ ചലഞ്ച് ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കുന്ന എന്ത് അമ്മയും കഴിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇഷ്ടമുള്ള മറ്റേ പെപ്സിയും കോള അതും ഇതും മൊത്തം ഞാൻ കുടിക്കും. അതൊക്കെ ഞാനും കുടിക്കുമല്ലോ. ഒട്ടും നല്ലതല്ല ബോഡിക്ക്. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം അമ്മയും ചലഞ്ചിലുണ്ട്. ഇതൊട്ടും ഹെൽത്തി അല്ല. ഓക്കെ, നീ ആശുപത്രി കൊണ്ടുപോക്കോളൂ. എനിക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡാണോ അതപ്പൊ കഴിക്കാൻ തോന്നുന്നത് ഞാൻ അപ്പം കഴിക്കാം. നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നർ, ഇത് മൂന്നും നമ്മൾ കഴിക്കണം കേട്ടോ. അപ്പൊ രാവിലെ എന്തോ കഴിക്കണ്ടേ? ബർഗർ ഉണ്ടാകും നോക്കാം. ബർഗർ കിട്ടുമെങ്കിൽ ബർഗർ കഴിക്കാം. ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്താണെങ്കിൽ KFCയോ അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് അങ്ങനെ സംഭവം ഒന്നുമില്ല. ഇവിടെ എല്ലാം TFC ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളു. മന്തി വേണോ ഉച്ചക്ക്? മന്തി കഴിക്കാം. അതൊക്കെ നല്ല ദിവസം കഴിക്കുന്നില്ലേ. കുറെ ഫുഡ് അടിക്കണം. മാക്സിമം ഇന്ന് എന്തൊക്കെ കിട്ടണം അതെല്ലാം അങ്ങ് തിന്നണം. ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് തിന്ന് തീർക്കാം. ഇല്ലമ്മ? ഇവിടെ ബർഗർ ഇല്ല കേട്ടോ. ബർഗർ ആയിട്ടില്ല, കുറച്ചുകൂടെ ലേറ്റ് ആവും പറഞ്ഞു. നമ്മളൊരു റാപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ 5 പീസ് ബ്രോസ്റ്റഡും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഏത് വേണം? റാപ്പ് വേണോ ബ്രോസ്റ്റഡ് വേണോ? രണ്ടിന്ന് കഴിക്കാം. രണ്ടും കുറച്ച് കഴിക്കാം. ഈ ചലഞ്ചിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അമ്മ. ഞാൻ അറിഞ്ഞില്ലല്ലോ നീ ഇങ്ങനെ ചലഞ്ച് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയ്ക്ക് കോൾ അടിച്ച മട്ട. സത്യത്തിലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ചലഞ്ച് ഞാൻ മാത്രം ഒറ്റയ്ക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേ അമ്മ ഞാൻ കൊണ്ടില്ല. ഞാനായിട്ട് എന്തിനാ, അമ്മ രണ്ടുപേരല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. രാവിലെ റോസ്റ്റഡ്. ഒന്നും ബാക്കി വെക്കല്ലേ, എല്ലാം കഴിക്കണം കേട്ടോ. അമ്മയ്ക്കൊന്ന് കോളടിച്ച്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചലഞ്ചാണല്ലേ ടേസ്റ്റ് ഉണ്ടല്ലേ? അമ്മ ഹെൽത്തി സലാഡ് ഇത് നമ്മൾ കഴിക്കല്ലേ, ഇത് ഹെൽത്തി ഏത് കഴിക്കല്ലേ. പട്ടിണി കിടക്കായിരുന്നോ? ഇതിൻ്റെ ലെയർ ഭയങ്കര കൂടുതൽ. ചൂട് പറക്കുന്നില്ലേ? ഞാൻ ഉറക്കം എണീറ്റ് 11 മണിയൊക്കെ ആയി. ഞാൻ ഒന്നും കഴിച്ചില്ല. ഇന്നലെ രാത്രി മൈൻഡ് സെറ്റാക്കി കിടന്നതാണ്. സത്യത്തിൽ ഞാൻ കുറേ നാളായിട്ട് ഡയറ്റൊന്നും ഇല്ല. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കും. ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒന്നുമില്ല. ടൊമാറ്റോ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വെക്കാം. ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒന്ന് ബാക്കിയൊന്നുമില്ല. ഇനി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, അതുകൊണ്ട് തിന്നാം. കൊക്കക്കോള 10.6% ആഡഡ് ഷുഗർ. ഫുഡെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടൊന്നും ബാക്കിയൊന്നുമില്ല. ഓക്കെ, ഇനി എന്തിനു വേണം? നീ വീട്ടിൽ പോ. ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം വേണം. ഷുഗറൊന്നും ഇല്ല, ഹെൽത്തി ആയിരിക്കും. അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ? നോക്കിയിട്ടില്ല, കുറേ നാളായി നോക്കിയിട്ട്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കൊള്ളായിരുന്നല്ലേ? റാപ്പ് ഭയങ്കര എരിയായിരുന്നു കേട്ടോ. അതത്ര ഉള്ളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മമ്മി കരിക്ക് വേണോ? കരിക്ക് ഹെൽത്തിയാ. കരിക്കിനകത്ത് കോള കഴിച്ചാൽ മതി, അൺഹെൽത്തി ആയി. ആ കോള എന്തി ബാക്കി പൈസ കൊടുത്ത് മേടിച്ചല്ലേ, കളഞ്ഞില്ല. ഇനി നമുക്ക് മധുരമുള്ള എന്തെങ്കിലും ഐറ്റം കഴിക്കാം. നീ മധുരം ഉപേക്ഷിച്ചല്ലേ? അങ്ങനൊന്നുമില്ല, ഞാൻ തിന്നും. ഇന്ന് തിന്നണം. ചോക്കോബാർ കഴിച്ചാലോ? ചോക്കോബാറും ഐസ്ക്രീമും. ഇന്ന് എന്തും പോവും. ഒരു വയറേ ഉള്ളൂ. പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഈവനിങ്ങിലോ വൈകുന്നേരം ഒരു നേരം കഴിക്കത്തുള്ളൂ. 24 മണിക്കൂറും നമ്മള് ചോറും മീൻകറിയും മോരുകറിയും ചീനിയൊക്കെ തന്നെ. അയ്യത്ത ചീര, ചേമ്പല. നമ്മള് സത്യത്തിൽ ഭയങ്കര ഓർഗാനിക് ആയിച്ചില്ലേ അല്ലേ? മുരിങ്ങയില, പച്ചയിലയാ നമ്മള്. എല്ലാ ഇലയാ. കോണും ഉണ്ട്, മറ്റേ ബാറും ഉണ്ട്. ഏത് വേണം?
ചോക്ലേറ്റ് ബാർ ഉണ്ട്. എനിക്ക് ഇത് മതി. തിന്ന്. എന്റെ അമ്മോ എന്തൊക്കെ തിന്നുന്നേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. തിന്ന്. കൊള്ളാം. എനിക്ക് ഷുഗർ ഉണ്ടോന്ന് ഞാൻ വല്ല ആവശ്യമുണ്ട്? ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക്? ഇത് നോക്കിയപ്പോ ഇന്നൊന്നും ഇല്ല. ഇപ്പൊ നോക്കിയിട്ട് 7-8 മാസത്തിൽ കൂടുതലായി. ശരി. സത്യത്തിൽ ചലഞ്ച് കൊള്ളാം, രസമുള്ളൂ. വീട്ടിൽ പോയില്ലേ? ലെറ്റ്സ് ഗോ. ബ്ലൂമടി. ഇനിയിപ്പോഴേ കഴിക്കുന്ന കഴിക്കണ്ട സമയം എത്രയാന്ന് നോക്കാവേ. 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിക്കാം അല്ലേ? അത് ഇപ്പോഴേ വിശപ്പില്ല. ഹേ ഗൈസ്, അപ്പോൾ സമയം ഏതാണ്ട് 3 മണി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ ഉറക്കം ഉറങ്ങി. അമ്മ പൂത്തുറക്കമായിരുന്നു. ഉറക്കവിളി ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതോ നമ്മൾ ഈ രാവിലെ അതൊക്കെ അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. ഞാൻ രാവിലെ പോയിട്ട് ആദ്യമായിട്ട് ബ്രോസ്റ്റഡ് ഒക്കെ കഴിക്കുന്നത്. ഞാൻ ഇന്നുവരെ അങ്ങനെയൊന്നും കഴിച്ചില്ല. അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന കാപ്പികൾ രാവിലെ തന്നെ അത്ര ഹെവി ആക്കണ്ടായിരുന്നില്ലേ? ഭയങ്കര ഹെവി ആയിപ്പോയി, തോനെയായിപ്പോയി. അതുമല്ല നമ്മൾ ഈ രാവിലെയൊക്കെ അതൊക്കെ കഴിച്ച ഒന്നാമത് അല്ലാതെ കഴിച്ചാൽ ദാഹമോ, എന്തൊരു ദാഹവും. ആരെങ്കിലും പറഞ്ഞാ എടുത്ത് തിന്നായി? ഞാൻ ചലഞ്ചിന് വിളിച്ചോ? ഞാൻ ക്യാമറ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ഒരാൾ വേണം. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത്. അല്ലാതെ ഞാൻ അമ്മയെ തിന്നാൻ വേണ്ടിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ ചിന്തിച്ച പോലും ഇല്ല അമ്മയും കൂടി ചലഞ്ച് വേണമെന്ന്. പിന്നെ ഇത് ഒരാള് തിന്നോണ്ടിരിക്കുമ്പോ എത്ര ഇതിൽ കണ്ടോണ്ടിരിക്കും. അപ്പൊ നമ്മൾ തിന്നു പോകൂലേ? അതുകൊണ്ട് വന്നതായി. അതുകൊണ്ടങ്ങ് നിന്നതാ. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് അധികം ഫുഡ് ഐറ്റംസ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്ര സാധനം ഇനി തിന്നാൻ പോകട്ടോ അടുത്ത്. ഹാപ്പി, നിനക്കൊന്നും ഇല്ല കേട്ടോ. ഇത് ഡോണറ്റ്, ഒരു ലേസ് ഓറഞ്ച് കളറും പച്ച കളറും, പിന്നെ ഒരു ഡോണറ്റ്. ഇത് രണ്ട് ഫ്ലേവർ ആട്ടോ. പിന്നെ കുറച്ച് മുട്ടായി, ഡയറി മിൽക്ക് ഉണ്ട്. പിന്നെ ഈ വായിലിട്ട് അലിച്ചു പൊട്ടിക്കുന്ന ഒരു സൈസ് മുട്ടായി ഉണ്ട്. ബബിൾ കണക്ക് പൊട്ടും. അങ്ങനത്തെ ഒരു മുട്ടായി ഉണ്ട്. പിന്നെ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങ് മേടിച്ചേട്ടോ. പിന്നെ ബൗണ്ടി, എന്റെ ഫേവറേറ്റ് സാധനമാണ് ബൗണ്ടി. ബൗണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുട്ടായി. ഇത് തേങ്ങേന്റെ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേന് ബൗണ്ടി കൊണ്ടുവരും. പിന്നെ സ്റ്റിങ് ഉണ്ട്, പിന്നെ ഒരു ആപ്പി ഫിസ് ഉണ്ട്. ഇതിനകത്ത് ബർഗർ സാൻഡ്വിച്ച് ഉണ്ട്. പൊട്ടിക്ക്. അമ്മയ്ക്ക് ബർഗർ വേണോ സാൻഡ്വിച്ച് വേണോ? നിനക്ക് ഏതാ വേണ്ടുന്നേ? എനിക്ക് ഏതും പോകും. എനിക്കും കുഴപ്പമില്ല, ഏത് പോകും. സാൻഡ്വിച്ച്. നിനക്ക് ഇതാ ഇഷ്ടം? അമ്മ അത് കഴിച്ചോ? എനിക്കിത് മതി. എനിക്കിത് മതി. ഞാൻ സാൻഡ്വിച്ച് എടുത്ത കേട്ടോ, അമ്മ ബർഗർ. മാക്സിമം ഇന്ന് ഫുഡ് അടിച്ചോണം. ഓ വയ്യടാ, ഇതൊന്നും അല്ലായിരുന്നല്ല രാവിലെ. നമുക്ക് ഒരു ദിവസമൊക്കെ ഈ പുറത്തെ ഫുഡ് മാത്രം പോത്തം മിണ്ടായിരുന്നു തിന്നെ മണ്ടൻ കയറും. സാൻഡ്വിച്ച് ബർഗറിനെക്കാട്ടിയും തോനെ ഉണ്ട് കേട്ടോ, വലിയ വണ്ണ. ഓക്കെ, ഇത്ര വലുതാണ്. എനിക്കില്ല ചലഞ്ച് ഓർമ്മ വരുന്നു. വലിയ ടേസ്റ്റ് ഇല്ല, അത്ര പോരാ. സത്യത്തിൽ നമ്മൾ ഈ ചുമന്ന കളറിൽ കുടിക്കുന്നത്, നമ്മൾ മുള്ളുമ്പോഴത്തേന് വെള്ള കളറിൽ പോണ്. ഫുള്ള് വൃക്കയാണ് ഇത് ക്ലിയർ ആക്കുന്നത്. അരിപ്പ ഞാൻ ഈ സാധനം മേടിച്ച് കുടിക്കാറില്ല. എൻ്റെ ഓറഞ്ച് കളർ ലൈസാട്ടോ. തിന്നട്ടെ? മഴ ദൈവം അറിഞ്ഞെന്ന് എനിക്ക് വലിയ വാഹനം ഇങ്ങനെ. ഇപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്നറിയാമോ? ഇതെല്ലാം കൂടി തിന്നിട്ട് ഫുഡ് പോയ്സൺ അടിക്കുമെന്നാ. കാരണം എന്തോരം ഫുഡാണ് കഴിക്കുന്ന, ഒരു മാച്ചും ഇല്ലാതെ ഒരു കോമ്പിനേഷനും ഇല്ലാതെ അങ്ങ് തിന്നുമല്ലേ ഇങ്ങനെ. ഡോണറ്റൂടെ തിന്നാട്ടോ. കൊള്ള വടയില്ലേ നമ്മുടെ വട, വടയിൽ ചോക്ലേറ്റ് ഒഴിച്ചൊരു സംഭവം, അത്രേ ഉള്ളൂ. എൻ്റെ മണ്ടേ വേണ്ടേ മണി പോലെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു തുളയും ഉണ്ട്. ഒരു തുളയും കണ്ടാണല്ലോ ഇവിടെ. കൊള്ളാം. മൊത്തം മത്ത് കയറി തിന്നു. കുറച്ച് ബ്രേക്ക് അത് വേണ്ടി കഴിക്കണം ഗൈസ്. വയ്യ. A few moments later. ആപ്പി ഫിസ്. ചെറിയൊക്കെ ചുവന്ന കേട്ടോ.
ഇതിലേതാ വേണ്ടേ? ചോറും മീൻകറിയാ? മടുത്താ? മടുത്തിട്ട് രാത്രി കൂടി നാളെയല്ലേ അല്ലാതെ ഫുഡ് തിന്നാൻ പറ്റൂ. വേണേ ക്വിറ്റ് ചെയ്യാം. ഇല്ല ഇല്ല, നിർത്താൻ നീ നിർത്തുമ്പോഴേ നിർത്തുന്നുള്ളൂ. തട്ടിക്കോ. ഗുളുഗുളു സൗണ്ട് കേൾക്കും ഇത്. അത് ഞാൻ കുറച്ച് വായിക്കാതെ വെക്കണം. നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ബൗണ്ടി തന്നെ, ബൗണ്ടി അടുത്ത കോക്കനട്ട്. ഇത് വേറെന്തോ ഒരു വെറൈറ്റി സൈസ് മുട്ടായി കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തോന്ന് എനിക്കറിയാം. ബബിൾക്കം പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. നമുക്ക് പച്ച വള്ളി കണക്ക് കിടക്കുന്നു. സഹിക്കാൻ വയ്യട്ടോ. അത് വേണം തിന്നോ. ഇല്ല, ഞാൻ കഴിക്കുമ്പോ അമ്മയും കഴിക്കണമെന്നാ. ജീവിതത്തിൽ ഞാൻ ഈ സാധനം തിന്നിട്ടില്ല. ഇപ്പൊ തിന്നുന്നില്ല, അതുപോലെ. ഓഹോ, സമയം ഏതാണ്ട് 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അത്താഴം കഴിക്കണ്ടേ? എന്ത് കഴിക്കുന്ന? ഞാൻ ലോട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യും, അത് നമുക്ക് കഴിക്കാം. 2 ഐറ്റം ഉണ്ട്, മെയിൻ ഐറ്റം. ഇതിലേതാന്ന് വെച്ചാൽ കഴിക്കാം. തുറക്ക്. ഓ, അമ്മക്ക് ഇഷ്ടമുള്ളത് തന്നെ, ഷവർമ. ഷവർമ കഴിക്കാം. വലുത് വേണോ? പ്ലേറ്റ് മേടിക്കണോ? വേറെന്തിനു വേണം? പെപ്സി വേണോ? കോള ഉണ്ടല്ലേ? അപ്പൊ കോള ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ഒന്നും മേടിക്കണ്ട. അപ്പൊ ഷവർമയും കേക്കും. അത് കേക്കും കോള. സമാധി സമാധി സമാധി. ഓ, ഇന്ന് നമ്മൾ വെറൈറ്റി ചലത്തിലായിരുന്നു. അൺഹെൽത്തി ഫുഡ് 24 hours. അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അൺഹെൽത്തി. പോയി രാവിലെ പോയി കഴിച്ച്, പിന്നെ ഫുഡ് മേടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ച് തിന്ന്. താടി ഡൈ അടിച്ചേക്കൊന്ന് പറയത്തില്ല കേട്ടോ. ഇല്ല. അത് നല്ല ഫിനിഷ് ആയിട്ടിരിക്കും, അത് പറയത്തേ ഇല്ല അത്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഡിന്നറിന് ഷവർമ എടുത്തിട്ടുണ്ട്. 2 ഷവർമ. ഞാനും അമ്മയും കൂടെ. അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ഷവർമ മേടിച്ചുള്ളൂ. അച്ഛൻ നോക്കിയിരുന്നോ? കാണി. സത്യത്തിൽ വേണമെന്നേ ഇല്ല, പിന്നെ കഴിക്കാം. വലിയ കഴിക്കുന്നു വെച്ചു അങ്ങനെ കഴിച്ച് ശീലിച്ചാ. ചെറുതായിട്ടൊന്ന് തണുത്തു പോയി. ഞാൻ കുറച്ചു നേരമായി മേടിച്ചോണ്ട് വെച്ചിട്ട്. അയ്യോ, കുറച്ച് പേപ്പറൂടെ തിന്ന് പകുതി. കൊച്ചുമാണ് ഇന്ന് തോനെ കഴിച്ചത്. ലാസ്റ്റ് ബേസ് ചലഞ്ചില് വിന്നർ. ഇത് ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ, ഒത്തിരി വലുതാ. പെട്ടെന്ന് കഴിച്ചേക്കാൻ പറ്റില്ല. ലാസ്റ്റ് ബൈറ്റ് ഗൈസ്. ഇതൊരു ബൈറ്റ് അകത്ത് കയറുമോ? ഒരു ബൈറ്റ് അകത്ത് കയറുമോ? എനിക്ക് കയറുമോ? അമ്മയ്ക്കിനി കേക്ക് വേണോ? എനിക്ക് വേണമെന്നില്ല. നീ അമ്മയ്ക്കിനി കേക്ക് കൂടെ പോകൂല കേട്ടോ. അമ്മയ്ക്ക് അത് ശരിക്കും എല്ലാം കഴിച്ചു. ഇതും കൂടെ തിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. കൊച്ചു കഴിച്ചു. വൈൻഡപ്പ് 2 പീസ് കേക്കുണ്ട് കേട്ടോ. ചെറി ചലഞ്ച് ചെയ്തേ ഇങ്ങനെ കഴിക്കുന്ന നോർമലി. ഇപ്പൊ കൊച്ചു തിന്നുന്നപ്പോഴേ ഞാൻ മടുത്ത്. കേക്ക് നമ്പർ 2. എന്തൊരു ഭാവിച്ചു തുടങ്ങിയത്. ചെറി കഴിക്കട്ടെ ആണോ? അത് എന്തൊക്കെ കഴിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് എവിടുത്തെ കോമ്പിനേഷൻ ആണെന്ന് ചോദിക്കില്ല. ഇങ്ങനെ കോമ്പിനേഷനൊക്കെ എൻ്റെ പൊന്നെ. ഐസ്ക്രീം ഒക്കെ തിന്ന് കോള പിടിച്ച് എന്തൊക്കെ തിന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ റാൻഡമായിട്ട് കണ്ട സാധനം എല്ലാം മേടിച്ച് അതും ഇത് മൊത്തം തിന്ന്. ഞാൻ എല്ലാം തിന്നു. ഒരു കൺട്രോളോ ഒരു ലിമിറ്റോ ഒന്നും ഇല്ല. അത് എന്തൊക്കെയോ മേടിച്ച് എന്തൊക്കെയോ തിന്ന്.
ഇങ്ങനെ ഒരിക്കലും കഴിക്കില്ല. ഇതൊട്ടും ഹെൽത്തി അല്ല, ശരീരത്തിനും കേടാണ്, ഒക്കത്തില്ല, വയറ്റിളക്കം പിടിക്കും, തൂറ്റിലാവും, എല്ലാം അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി ചലഞ്ച്? കൊള്ളായിരുന്നു. എനിക്ക് അവസാനം ലാസ്റ്റ് ഒന്നും പിന്നെ കഴിക്കാൻ വയ്യായിരുന്നു. ആദ്യമേ അമ്മ മടുത്ത്. അമ്മ വൈകുന്നേരം ആയപ്പോഴേ മടുത്ത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് വന്നപ്പോഴേ അമ്മ മടുത്ത് ഫുഡ്. പിന്നെ കഷ്ടപ്പെട്ടാണ് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചത്. നമ്മൾ ഒരു നേരമെങ്കിലും ചോറ് തിന്നണം. അതെ അതെ അതെ. ഇനി ഹാപ്പിയുടെ ഫുഡ് കൂടെ തിന്നാവുള്ളൂ, ബാക്കി എല്ലാം കണക്കായി. ഇല്ലേ ഇല്ലടാ? അതെ. അപ്പൊ ഗൈസ് എന്തായാലും ഒരു കിടിലൻ ചലഞ്ച് തന്നെയായിരുന്നു. അമ്മയും കട്ടയ്ക്ക് കൂടെ വന്നു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അമ്മ നിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വലിയ താല്പര്യം. അമ്മ പിന്നെ അങ്ങ് നിന്നതാ, ഞാൻ പറഞ്ഞില്ല നിക്കാൻ. കുറച്ചുകൂടെ കഴിയുമ്പോ കറക്റ്റ് റിസൾട്ട് അറിയാം. നാളെ പോയി ഷുഗർ നോക്കണം. ഷുഗറൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നുമില്ല. ഇനി പോയി കിടന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എഡിറ്റ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് ഒരു കിടിലം ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്രേ ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.